എങ്ങനെ കാണുന്നു തവനൂരിൽ വിജയം? തവനൂരിൽ ഗംഭീരമായിട്ടുള്ള വിജയം LDF-ന് ഉണ്ടാവും. കേരളത്തിലും അതിഗംഭീര വിജയമുണ്ടാകും. മൂന്നാം തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വരും. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവുക എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൌരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മങ്ങളിലൊന്നാണ്. ഭരണകർത്താക്കളെ നേരും നെറിയും നോക്കി തെരഞ്ഞെടുക്കുക എന്നുള്ളത് ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്ത നിർവഹണത്തിൽ ഭാഗഭാക്കാവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു പൌരന്റെ ഏറ്റവും വലിയ ആത്മസായുജ്യം എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിൽ നല്ല നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് കിടക്കുന്ന 6ഓളം നിയോജക മണ്ഡലങ്ങളുണ്ട്. ഇവിടെ നിന്ന് മുൻപൊന്നും ഇല്ലാത്ത വിധം ഉജ്ജ്വല വിജയമായിരിക്കും LDF നേടാൻ വേണ്ടി പോകുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 16 സീറ്റിൽ 4 സീറ്റുകളാണ് ഇതുവരെ റീകോൺസ്റ്റിറ്റ്യൂഷന് ശേഷം LDF നേടിയിട്ടുള്ളത്. ആ 4 എന്ന് പറയുന്ന നമ്പർ ഇത്തവണ വർദ്ധിക്കും. ഏറ്റവും ചുരുങ്ങിയത് 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് പഞ്ചായത്ത് 2011 ഞാൻ അവിടെ ചെന്ന സമയത്തും ആദ്യമായിട്ട് മത്സരിക്കാൻ ചെന്ന സമയത്തും ഒരൊറ്റ പഞ്ചായത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. 7 പഞ്ചായത്തിൽ 6 പഞ്ചായത്തുകളും UDF ആയിരുന്നു. അന്ന് 8,000-ലധികം വോട്ടുകൾ ഭൂരിപക്ഷവും ഉണ്ടായിരുന്നു UDF. ഇപ്പോൾ അത് 9,000 ഭൂരിപക്ഷമാണ്. അതിനെയൊക്കെ മറികടക്കും. കാരണം ആളുകൾ ഓരോരുത്തരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കും. അത് എല്ലാവർക്കും ബോധ്യമാണ്.